എന്ന് പറഞ്ഞ എന്താ അർത്ഥം അറിയോ? ആകാശത്തുമ്മ വെക്കാന്ന്. ആഹാ, ഹിന്ദിയൊക്കെ പഠിച്ചോ? തോടാ തോടാ മാലൂം. अच्छा ऐसे हिंदी मालूम हो तो चलो और हिंदी में बात करें. അയ്യോ, ബടബടാന്ന് ഓടിച്ചുവിട്ടാ എനിക്കൊന്നും മനസ്സിലാവില്ല. കുറച്ച് കൈ കൊണ്ട് ആക്ഷൻ ഒക്കെ കാണിച്ചാ കൊറേയൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും. എന്തോ പിടിച്ചെടുക്കുന്ന കാര്യമാ? She sings very well. Yeah, she can be a good singer, but somebody has to support her. Yeah, let's give her a chance in Kaili Samaj's music album, right? Yeah, that's a great idea. ഞാൻ വേണമെങ്കിൽ അങ്ങ് മാറിയേക്കാം. എനിക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിനാ വെറുതെ കട്ടുറുമ്പാവുന്നേ? നിന്റെ കാര്യം അടി പറഞ്ഞത്. സമാജം ഇറക്കുന്ന മ്യൂസിക് ആൽബത്തിൽ നിന്നെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണമെന്ന്. വെറുതെ കളിയാക്കാതെ. ഞങ്ങളവിടെ മഠത്തിൽ അങ്ങനെയായിരുന്നു. കന്യാസ്ത്രീകളെ നിർത്തിക്കൊണ്ട് അവരുടെ കുറ്റങ്ങളൊക്കെ മറുഭാഷയിലങ്ങ് തട്ടിവിടും. ജൈൻ ആൻഡ് പൈൻ എറിഞ്ഞത് നീ നിങ്ങൾക്ക് മനസ്സിലായോ? ജൈൻ ആൻഡ് പൈൻ എറിഞ്ഞത് നീ നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണെന്ന് വല്ലതും പിടികിട്ടിയോ? ഇതെന്താ കൊങ്ങിണി ഭാഷയെ? കൊങ്ങിണിയും കിങ്ങിണിയും ഒന്നുമല്ല, മലയാളവാ. പറ. സുല്ലിട്. സുല്ല്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോന്ന്? അത് കൊള്ളാലോ. ഒന്നുകൂടി പറഞ്ഞ മറുഭാഷ. ആഹാ, അത് വേണ്ട, അപ്പൊ മനസ്സിലാവും. വേണമെങ്കിൽ വേറൊന്ന് പറയാം. നീ നിങ്ങൾ റെയിൻ ഉണ്ട് പെയിൻ ഏഴും പെയിൻ എന്നാ കൈനല്യാണം കൈനഴിക്കുന്നേ. ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞാൽ എങ്ങനെയാ? ഒന്ന് നിർത്തി പറ. അയ്യടാ, അങ്ങനെ പറഞ്ഞാൽ ആർക്കും ഏത് ഭാഷയും മനസ്സിലാവും. ഞാൻ മുമ്പ് സാറിനോട് പറഞ്ഞില്ലേ ഒന്ന് നിർത്തി പറയാന്? ആളങ്ങോട്ട് സ്മാർട്ടായി പോയല്ലോ. ഒന്നുകൂടി പറഞ്ഞേ. നീ നിങ്ങൾ റെയിൻ ഉണ്ട് പെയിൻ ഏഴും പെയിൻ എന്നാ കൈനല്യാണം കൈനഴിക്കുന്നേ. എല്ലാത്തിനും വയ്യേനുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്നാ കല്യാണം കഴിക്കുന്നേ. ഇവളാള് കൊള്ളാലോ. ഹലോ. കൃഷ്ണ പറഞ്ഞ മറുഭാഷ എന്തെന്ന് മനസ്സിലായോ? ആഹാ, നീ ഇതുവരെ അത് തലേന്ന് കളഞ്ഞില്ലേ? ഹേയ്, ഞാൻ ഫോണിൽ നിന്ന് വിഷ്വൽസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തപ്പോ സോറി, ഷീസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. കൃഷ്ണ വിചാരിച്ചിരിക്കുന്നത് നമ്മൾ തമ്മിൽ പ്രേമത്തിലാന്ന്. നമ്മൾ രണ്ടുപേരും എന്നാ കല്യാണം കഴിക്കുന്നതെന്ന് അവള് ചോദിച്ചത്. നീ കൂടുതൽ സോറി ഒന്നും പറയണ്ട. എനിക്കതിൽ വലിയ ഫീലിങ്സ് ഒന്നുമില്ല. പിന്നെ നിനക്കങ്ങനെ ആരോടും പ്രേമൊന്നുമില്ല. നീ ഫ്രീ ആണെന്ന് അവൾ അറിഞ്ഞാ പോരെ. എന്റെ മോനെ, കിടന്നുരുളാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. കാലത്ത് ഡ്യൂട്ടി ഉള്ളതാ. പാതിരാത്രിക്ക് അവന്റെ ഒരു കണ്ടുപിടുത്തം. നീ ചിരിക്കൊന്നും വേണ്ട. ഞാൻ ബോയ് ഫ്രണ്ടുമായിട്ട് പഞ്ചാരടിക്കൊന്നും അല്ലായിരുന്നു. അവിടെ ബളുബിളു ബിളുബിളു എന്നൊരു മറുഭാഷ. വി ആർ ഓൺലി ഫ്രണ്ട്സ്. അല്ലാതെ നിന്റെ സാറുമായി എനിക്ക് പ്രേമൊന്നുമില്ല. ഞാൻ ചുമ്മാ അപ്പൊ ഒരു രസത്തിന് ചോദിച്ചതാ. അജിയ, ഈ ചെക്കൻ എന്തോ അസുഖം ഉണ്ടെന്നാ തോന്നുന്നേ. ഒരു പെണ്ണ് ഏതാണ്ട് പറഞ്ഞു പാതിരാത്രി വരെ അത് ഓർത്തിരിക്കുക. ഫോട്ടോ കമ്പ്യൂട്ടറിലിട്ട് തിരിച്ചും മറിച്ച് എഡിറ്റ് ചെയ്ത് കഥകൾ ഉണ്ടാക്കുക. ഈ രോഗത്തിന്റെ ചികിത്സ നീ തന്നെ ചെയ്യേണ്ടി വരും, കേട്ടോ മോളെ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നുമല്ല സാറിനെ കണ്ടേക്കുന്നത്. എങ്ങനെയൊന്നുമല്ല, എനിക്ക് ദൈവത്തെ പോലെയാ സാറ്. ദാണ്ട്, എന്നാ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞേക്കാം. ഡാ, ഇവക്ക് പ്രേമമല്ല, ഭക്തിയാ നിന്നോട്. നീ ദൈവത്തെ പോലെയാന്ന്. അതുകൊണ്ട് തൽക്കാലം ദൈവം സാറ് കിടന്നുറങ്ങാൻ നോക്ക്. ദൈവം സാറ്? അതെന്ത് സാറ്? ഇന്നെന്താ മമ്മ
സമാജത്തിൽ പതിവില്ലാത്ത ക്രൗഡ്, കംപ്ലീറ്റ് ടീമുകളും ഉണ്ടല്ലോ. ഇന്ന് സൺഡേ അല്ലേ? ശബ്ദമില്ലാത്ത സെക്രട്ടറിയുടെ കോപ്രായം ഒക്കെ കാണാന്ന് വെച്ചായിരിക്കും. ഷൈനി ഒന്നും വന്നില്ലേ ചേച്ചി? പരീക്ഷയാ. അജിത്തേ, ഇന്ന് അടിച്ചു പൊളിക്കണം. ഞങ്ങളുടെ കൂടെ കാണണം. വലിഞ്ഞാക്കല്ലേ? ചുമ്മാതല്ല, ചന്ദ്രേട്ടനും ഗ്രൂപ്പുവാ. സെക്രട്ടറി ചാടിക്കാനുള്ള പരിപാടിയാ. ദേ, ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിന്നേക്കല്ലേ. ഒന്ന് തല കാണിച്ചിട്ട് ഇറങ്ങിയേക്കണം. നമുക്ക് രണ്ടാൾക്കാരും വേണ്ടതാ. മമ്മ, സ്മിത, എന്താ ഇന്ന് പതിവില്ലാതെ സമാജത്തില്? ഹേയ്, ഡ്യൂട്ടിക്ക് പോണം. ഞാനിവിടെ ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. സെക്രട്ടറി ആന്റി വിളിച്ചായിരുന്നു. കൃഷ്ണനെ കൊണ്ട് മീറ്റിങ്ങിന് ഈശ്വര പ്രാർത്ഥന ചൊല്ലിക്കണമെന്ന് പറഞ്ഞു. അത് ശരി, ഇതാണല്ലേ കൃഷ്ണപ്രിയ? ആഹാ, മമ്മി ഇതൊരു മീറ്റ് ചെയ്തില്ലായിരുന്നോ? ഇല്ലെന്നേ. അല്ലേലും ഇവനാള് ഭയങ്കര കള്ളനാ. എന്തടച്ചിരിക്കുന്നേ? കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട ഇവൻ എന്നെ പരിചയപ്പെടുത്തില്ല. എന്താന്നറിയാമോ? മമ്മ ചുമ്മാ വാചടിക്കാതെ, അകത്ത് മീറ്റിംഗ് തുടങ്ങാറായി. ഞാൻ കയറി കല്യാണം ആലോചിച്ചാലോ എന്നുള്ള പേടിയാ. ഓ പിന്നെ, കല്യാണം കഴിക്കാൻ ഇവന് എത്രയ്ക്ക് പേടിയാ? ചുമ്മാ, അതൊക്കെയാണെങ്കിലും ഒരു നമ്പറാ മമ്മ. മമ്മ എന്തായാലും ഇങ്ങോട്ട് ആലോചന ഒന്നും വെക്കണ്ട. ഇവക്ക് ദൈവത്തെ പോലെ സാർ. അത് മമ്മ, സാറില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കുട്ടി. ആളെ കണ്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വാ. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പോ ദൈവം സാറേ, മീറ്റിംഗ് കഴിഞ്ഞ് ഇവളെ ഫ്ലാറ്റിലേക്ക് ഒന്നുകൊണ്ട് വിട്ടേക്കണം കേട്ടോ. ദൈവം സാറോ? അതെന്ത് സാറാ? അവൾക്ക് ചുമ്മാ വട്ട. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ, സത്യമെന്നുള്ള ശീലമോടെ ഞാൻ ശാന്തി അറിയണമേ. ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണെന്ന് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ എന്റെ ഇമേജ് ഡിമ്മാവും. നിങ്ങൾ കാര്യങ്ങൾ നടത്തിക്കോ. ബഹളത്തിനിടയിൽ അയാളുടെ കയ്യോ കാലോ ഒടിഞ്ഞാലേ ഇലക്ഷൻ വരുമ്പോ പിന്നെ സിമ്പതി വിട്ട് അയാൾക്ക് പോകും. ഒന്നോ രണ്ടോ തല്ല് നിങ്ങൾ എനിക്കിട്ട് വായിക്കോളൂ. പക്ഷെ സൂക്ഷിച്ചു വേണം. ചന്ദ്രേട്ടാ, കളി കാര്യാവൂലേ? ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നെന്ന പാഠമെന്നുമിൻ മനസ്സിലെഴുതേണമേ. ആ ഈ ഗാനം ആലപിച്ച കൃഷ്ണപ്രിയെ നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണല്ലോ. വളരെയധികം സഹതാപവും സഹായവും അർഹിക്കുന്ന ഈ അവസ്ഥയിൽ കൽക്കട്ട മലയാളികളായ നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ സഹായം എന്ന നിലയിൽ നമ്മുടെ കുട്ടികൾക്കായി അവധി ദിവസങ്ങളിൽ ഒരു സംഗീത ക്ലാസ് ഇവിടെ വെച്ച് നടത്തുവാൻ കൃഷ്ണപ്രിയയെ ചുമതലപ്പെടുത്തുന്ന വിവരം ഈ അവസരത്തിൽ നിങ്ങളെ ഏവരെയും അറിയിക്കണം. പാട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഇനി ഈ സംഗീത ക്ലാസ് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അടുത്തതായി സ്വാഗത പ്രസംഗം സെക്രട്ടറി. സ്വാഗത പ്രസംഗം. പണി തുടങ്ങിക്കൂടാ. നമസ്കാരം. നമസ്കാരം. ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ സെക്രട്ടറിക്ക് വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ സ്വാഗത പ്രസംഗം ഞാനിവിടെ വായിക്കട്ടെ. വാ കുട്ടി, ഇനി ഇവിടെ പ്രശ്നമാണ്. നമുക്ക് പോവാം.
കാറ്റും തള്ളും വന്നപ്പോ വീഴാണ്ടിരിക്കാനാ കഥയിൽ കയറി പിടിച്ചതാ. അജി, പോകുന്ന വഴിക്ക് ഇഞ്ചക്ഷൻ എടുത്തേക്ക്. വല്ല ആണിയോ മറ്റാണെങ്കിൽ പിന്നെ അത് മതി സെപ്റ്റിക് ആവാൻ. വെയിലൊന്ന് ആറട്ടെ മമ്മ. দাদা যেগুলো সেলাই হয়ে গেছে সেগুলো দিতে বলেছে। മമ്മ ആ എംബ്രോയിഡറി ചെയ്ത് എടുത്ത് കൊടുക്കാൻ. ആ കൊടുക്കാം. ദുട്ടു പോയേഗാച്ചേ, ബാക്കിക്കുള്ള പോരെ হ্যাঁ ঠিক আছে। ഇതൊക്കെ ആരാ തയ്ക്കുന്നത്? ഷൈനിയാ? ഹേയ്, കോളേജിൽ പോക്കും ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടുന്ന സമയം? ഒക്കെ മമ്മയുടെ വർക്കുകളാ. നന്നായിരിക്കുന്നു. എല്ലാവരും ഓരോ വഴിക്ക് പോയാ പിന്നെ ഇതൊക്കെ അല്ലാതെ എനിക്കെന്താ പണി? ഇവരുടെ പപ്പ പോയപ്പം ഇങ്ങനെയൊക്കെ ഓരോ പണി ചെയ്താ ഞാൻ ഇവരെ വളർത്തിയത്. കുട്ടി പാട്ട് പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർക്കായിരുന്നു, ആ ഹാളില് ഞാൻ നഴ്സറി സ്കൂൾ നടത്തിയിട്ടുണ്ട്. ചേച്ചി പേടിക്കല്ലേ, ഇപ്പൊ ഇവിടെ ഒരാൾ കരച്ചിൽ തുടങ്ങും. റെഡി, 1 2 3. ഓടി ഒരുമിച്ച് അങ്ങനെ പോയിട്ട് ഒരാൾ മാത്രം തനിച്ചാവുമ്പോ പിള്ളേർക്ക് അത് അറിയില്ല, അല്ലേ കൃഷ്ണ? ഞാനും കുറച്ചൊക്കെ തയ്ക്കും. ആഹാ, എംബ്രോയിഡറിയാ? ആന്റി അമ്മച്ചിയുടെ ബ്ലൗസും പാവടെ ഞാനാ തയ്ച്ചിരുന്നത്. അതെയോ? എംബ്രോയിഡറി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആന്റി അമ്മച്ചിക്ക് സുഖമില്ലാണ്ടായി. ഒരുപാട് നാളായി തയ്ച്ചിട്ട്. ഒന്ന് നോക്കട്ടെ. ഈ ആന്റി അമ്മച്ചി ആള് കൊള്ളാലോ. പാട്ടും പുള്ളിക്കാരിയല്ലേ പഠിപ്പിച്ചേ? ശരിക്കും ആന്റി അമ്മച്ചി എനിക്കൊരു ദൈവത്തെ പോലെയാ. ആഹാ.